ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിപ്പാൻ ഇനിയും വരുവാനിരിക്കുന്ന ന്യായാധിപതിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഓരോ മനുഷ്യരുടെയും പ്രവൃത്തിക്കനുസരിച്ച് ന്യായവിധിയുണ്ട് എന്ന് യേശു മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ താലന്തുകളുടെ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും അവയെ ഇരട്ടിപ്പിച്ച് യജമാനൻ കണക്കെടുപ്പിനായി വന്നപ്പോൾ മടക്കി നൽകി അവരെ നോക്കി യജമാനൻ പറഞ്ഞു, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 23-ാമത് വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. 1 താലന്ത് ലഭിച്ചവൻ ആ താലന്ത് മൂടിവെച്ച് വർദ്ധിപ്പിക്കാതെ യജമാനന് തിരിച്ചു നൽകി. അവനെ യജമാനൻ വിളിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളിച്ച് അവന് നൽകിയ താലന്തിന് തിരിച്ചു വാങ്ങി. 10 താലന്ത് ലഭിച്ചവന് തിരിച്ചു നൽകി. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളിച്ച് അവന് നൽകിയ താലന്ത് തിരിച്ചു വാങ്ങി. എന്നാൽ 10 താലന്ത് ലഭിച്ചവന് അത് കൊടുത്തു. മാത്രമല്ല, കൊള്ളരുതാത്ത ദാസനെ കരച്ചിലും പല്ലുകടിയുമുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും ദൈവം കണക്ക് നോക്കി പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ മരണദിനം എന്നാണെന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. എന്തായാലും മരണം സുനിശ്ചിതമാണ്. മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്കെല്ലാം ഭൂമിയും പ്രകൃതിയും സാക്ഷികളാണ്. ജനത്തിന്റെ പാപം സോദോമിലും ഗോമോരയിലും വർദ്ധിച്ചപ്പോൾ ദേശം നിലവിളിക്കുന്നതായി നാം വായിക്കുന്നു. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോരയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 20-ാമത് വചനം. മനുഷ്യരുടെ പാപം വർദ്ധിക്കുമ്പോൾ അത് അതിലെ സകല നിവാസികളെയും മൃഗങ്ങളെയും പ്രകൃതിയെയും ബാധിക്കുന്നു. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതാകുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. പാപം ഭൂമിയിൽ നാശം വിതയ്ക്കുമെന്ന് വചനം പറയുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളയുകയില്ല. ഇത് നിമിത്തം ഭൂമി വിലപിക്കും, മീതെ ആകാശം കറുത്തുപോകും. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പയക്കുന്നവർ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. പാപം മൂലം തലമുറയ്ക്ക് ശാപം വരുമെന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലും, സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലും, ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലും, യിരെമ്യാ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ നാം വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. പാപങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു മടങ്ങിവരവ് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം കരുണാമയനാണ്. അതുകൊണ്ട് പാപം ശാപമായി 4 തലമുറയ്ക്ക് പകരപ്പെടുമ്പോൾ നന്മ ചെയ്താൽ 1000 തലമുറയോളം ദൈവം കരുണ കാണിക്കുന്നു. അതിനാൽ പരിശുദ്ധിയോടെ ജീവിക്കാം. കാരണം ന്യായാധിപതിയായ യേശു വാതിൽക്കൽ നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കാണപ്പെടുന്നതിനായി ന്യായാധിപതി കടന്നു വരാം. യേശു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ക്രിസ്തുവിൽ നമുക്ക് ആകാം. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശാപവും ശിക്ഷാപതിയുമില്ല. കാരണം നമ്മുടെ സകല പാപവും ശാപവും യേശു വഹിച്ചു. അതിനാൽ നമുക്ക് മടങ്ങി വരാം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com